നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്ന് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ചെർക്കള എന്ന സ്ഥലത്താണ്. ഇവിടെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിലുള്ള കുന്നിടിക്കൽ വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തുന്നു. ഇവിടെ 400ഓളം കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത്. ഏതായാലും ഈ വിഷയത്തിലാണ് ഇന്ന് ചർച്ച. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രദേശവാസികളും ഒപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ ഉണ്ട്. ഏതായാലും ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ സ്ത്രീകളോട് ചോദിക്കാം, എന്താണ് നിലവിൽ നിങ്ങളുടെ ഒരു പ്രതിസന്ധി? ഇപ്പോൾ പ്രധാന ദേശീയ പാത പോകുന്ന സ്ഥലമാണ് ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെ. അപ്പോൾ ദിവസം പോലും ഇപ്പം പെട്ടെന്ന് അവർ പറയും, ഒരു സുപ്രഭാതത്തിൽ പറയും ബസ് പോകണ്ടെന്ന്. ബസ് മാത്രം പോയാതിരുന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമോ? താഴെ 100 കണക്കിന് ആൾക്കാരാണ് താമസിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കുഴി കുത്തി അവിടെ തൊട്ടടുത്ത് താഴെ ഒരു വീടാണുള്ളത്. ആ വീട്ടിൽ കുട്ടികളും സ്ത്രീകളും എല്ലാം താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ മണ്ണിടിഞ്ഞ് അങ്ങോട്ട് വീണിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. താഴോട്ട് പോയാൽ ഒട്ടേറെ വീടുകൾ അതിൻ്റെ താഴെയുണ്ട്. അപ്പോൾ ആ വീടുകളെല്ലാം ഇങ്ങനെ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ബസ് ഒന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരം കാണുമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മേഘാ കമ്പനിയോട്. അതോടൊപ്പം തന്നെ ഇവർ ഈ സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം ടാറിങ് ചെയ്യും, പിറ്റേ ദിവസം മണ്ണിട്ട് അവിടെ മൂടും. ആ സ്ഥിതി പോകുന്ന അല്ലാണ്ട് വേറൊരു പണിയില്ല. ഇന്നലെ ഇപ്പം പിന്നെ 3-4 ദിവസം ബസ്സും പണി മുടക്കി. അന്നേരം ഇപ്പം ഇവരുടെ വർക്ക് ചെയ്യുന്നില്ല. അന്ന് പണി ലീവ് കൊടുത്തുകൊണ്ടാണ് അവർ നിൽക്കുന്നുള്ളത്. പിന്നെ എന്തിനാണ് ഈ വാഹനം മുടക്കുന്നത്? സാധാരണക്കാരായ സ്കൂൾ പോകുന്ന കുട്ടികൾ, അതേപോലെ തന്നെ ചെർക്കള സ്കൂള്, PHC എന്നുള്ള ദൂര സ്ഥലത്താണ് മാഷന്മാരൊക്കെ വരുന്നത്, അവിടുത്തെ സ്റ്റാഫുകൾ വരുന്നത്. അപ്പം അവർക്കിവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അവർ ചെർക്കള ഇറങ്ങി പിന്നെ കാസർഗോഡ് വഴി വന്നിട്ട് വേണം ഈ ചെർക്കള വരാനുള്ളത്. എന്തിനാണ് അങ്ങനെ ദ്രോഹം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നുള്ളത്? അത് പിന്നെയല്ല, ആ സൈഡിലാണ് മണ്ണിടിച്ചിട്ടുള്ളത്. ആ മണ്ണ് കുത്തനെ പോകുന്ന താഴെ കാലാകാലങ്ങളിൽ ഞാനെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. 10-30 വർഷം കഴിഞ്ഞു. അതിനു മുന്നേ കൃഷി ചെയ്യുന്ന നെൽപ്പാടമുണ്ട് അവിടെ. അത് തരിശു ഭൂമിയായിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ വരുന്ന വെള്ളം ഇറങ്ങി വരുന്ന ഡ്രൈനേജ് ഇവർ മണ്ണിട്ട് അത് മൂടി. ആ മണ്ണ് മൂടുമ്പോൾ ആ സ്ഥിതി അവിടുത്തെ വെള്ളം വരാത്ത അവസ്ഥയായി. അവർ കൃഷി എടുക്കാത്ത അവസ്ഥയായി. ഇപ്രാവശ്യം കൃഷിയില്ല. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം കൃഷി എടുക്കാത്ത അവസ്ഥയായി. ദീർഘകാലങ്ങളിൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണത്. അതും കൂടി അങ്ങനെ ആക്കിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ കുറേ കവുങ്ങ്, തെങ്ങ് എല്ലാം മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ആരോട് ഇതിന് പറയും? ഇവിടെ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള കുറേ ആൾക്കാർ പണിയെടുക്കുന്നതല്ലാണ്ട് ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരെയൊന്നും നമ്മൾ കാണുന്നില്ല. അവർ പറഞ്ഞാൽ അവർ ചെവിക്കൊള്ളുന്നില്ല. ഈ മേഘാ കൺസ്ട്രക്ഷൻ്റെ കമ്പനി നമ്മളിപ്പം നമ്മുടെ പ്രദേശത്തിൻ്റെ പറഞ്ഞത് ചട്ടഞ്ചാലപ്പുറം പെരിയലും കേട്ടിട്ടുണ്ട്, മാവുംകാലും കേട്ടിട്ടുണ്ട്, പുല്ലൂറൊക്കെ കേട്ടിട്ടുണ്ട്. ആ സ്ഥിതി ഇവിടെ വരുത്തി ഈ കുടുംബങ്ങളെല്ലാം തകർന്നു പോകുമ്പോഴാണോ ഇവരെന്നെ ഇതിന് പ്രതികരിക്കുക? ഇങ്ങനെ പോയാൽ നമുക്ക് നടക്കില്ല. പിന്നെ ഇതിന് തൊട്ടപ്പുറം ഞങ്ങളെ പുൽക്കുണ്ട് റോഡിൻ്റെ ഡ്രൈനേജ് ഉണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ ഈ മിക്സ് ആക്കിയ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ആ ഡ്രൈനേജ് മീത്തുനിന്ന് ഒഴുക്കി വിട്ടതാണ്. ആ ഡ്രൈനേജ് അപ്പാട് മൂടി. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇവർ ഉൾക്കൊണ്ടില്ല. പിന്നെ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ബൽരാജിനോട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ആയാലും നമുക്ക് പ്രതികരിക്കേണ്ടി വരും, ഇതെന്തായാലും ഇനി പരിഹാരം കാണണമെന്ന് പറയുമ്പോൾ അയാൾ നേരിട്ട് ഇടപെട്ട് 3-4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് അതവർ പിറ്റേ ദിവസം കൊണ്ടുവിട്ടു. ഒരു പ്രാവശ്യം ചെയ്തത് പോയി, പിറ്റേ ദിവസം അവർ അതേ കൊണ്ടുവിട്ടു. ഇപ്പോഴാണെങ്കിൽ അതവിടുന്ന് നീക്കി. ഇയാൾ പോയി ഇടപെട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ആ ഡ്രൈനേജ് അവിടെ ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ താഴെ കുറേ പാവപ്പെട്ട വീടുകളാണ് ഉള്ളത്. ആ വീട് അപ്പാടെ ഈ വെള്ളം വന്ന് അത് കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയിലാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുകളിലൊരു വീടുണ്ട്. അത് ചിലപ്പോൾ അത് സർക്കാർ സ്ഥലമായിരിക്കാം. കുറേ കാലങ്ങളായിട്ട് അയാൾ അവിടെ കുടിയിരിക്കുന്നതാണ്. ആ കുടിവെള്ളത്തിൻ്റെ കിണറിൽ കൊണ്ടുപോയിട്ട് ഇവർ മണ്ണ് തട്ടി. ഒരു ലോഡ് മണ്ണ് കൊണ്ട് തട്ടുമ്പോൾ ആ കിണർ മൂടി. അവർക്ക് വെള്ളം കുടിക്കാത്ത അവസ്ഥയായി. പിന്നീട് ആ വീടിൻ്റെ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. അവർ ആ വീടിൽ നിന്ന് തന്നെ പോകുന്ന അവസ്ഥയാണല്ലോ. ഇപ്പോൾ അവരെ കുടിയില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ അവർ മണ്ണിട്ടോട്ട് ചിലപ്പോൾ അത് ഹൈവേയുടെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യേണ്ടതായിരിക്കാം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവിടെ ബാക്കി പണിയെടുക്കുന്നില്ല? തീർന്നു, അവിടുത്തെ പണി കഴിഞ്ഞു. ആ മണ്ണിട്ടത് മാത്രം. കിണർ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അവിടെ. മാത്രം ആ കിണറിനകത്ത് മണ്ണിട്ടിട്ട് അത് വെള്ളം കുടിക്കാനാവാത്ത അവസ്ഥയിലേക്ക് അവരെത്തിച്ചിട്ട് അവർ പോയി. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കുഴി കുത്തി. അതിന് തൊട്ട് താഴെയാണ് സ്ത്രീകളും കുട്ടികളും നിൽക്കുന്ന താമസിക്കുന്ന വീട്. ആ കുഴിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ എന്തിനും അവർ പിന്നെയും കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വർക്ക് ചെയ്ത് ഇപ്പം ഈ മേഘക്കാരുടെ ഒരു പണിയാണ്. ഒരിക്കലും കുഴി ഒഴിക്കും, പിറ്റേ ദിവസം അത് മൂടും, പിറ്റേ ദിവസം പണിയെടുക്കും. ആരോടാണ് ഇത് നമ്മൾ പ്രതികരിക്കേണ്ടത്? ആരോടാണ് പറയേണ്ടത്? ഇതിൽ പോകുന്ന കുട്ടികളെ ഇപ്പം ഇവരെ വലിയ ടാങ്കർ ലോറി, മറ്റേ ഇവരുടെ വർക്കിൻ്റെതായ കൺസ്ട്രക്ഷൻ പോകുന്ന ബാക്കി എല്ലാ വണ്ടികളും ഇതിൽ പോകുന്നുണ്ട്. ബസ് മാത്രം വിടൂല. സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും അതോടൊപ്പം തന്നെ ജനങ്ങളെയും
ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടത്തുന്നുള്ളത്. ഈ കൺസ്ട്രക്ഷൻ വർക്ക് എങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഇവിടെ റോഡിൽ കുത്തിയിരുന്ന് ബ്ലോക്ക് ചെയ്യും. ഈ പണി ഇനി ഇതിന് മുകളിൽ ഇങ്ങോട്ട് ചെയ്യാൻ പോകണ്ട എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങളുടെ നാട്ടുകാരായ പ്രശ്നം. ഇപ്പോൾ അവിടെ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ആ മണ്ണ് ശരിക്കും താഴോട്ട് ഇപ്പം ഇതിവിടെ ഒരു ബാലേട്ടൻ്റെ ഒരു വീടുണ്ട്. ആ വീട് പിന്നെ ഞാൻ പോയപ്പം പറയുകയാണ് ആ കവുങ്ങ് തോട്ടമെല്ലാം ഈ ഡ്രൈനേജ് ചളി വന്ന് നിന്ന്. ഇവരോട് കുറേ പോയി പറയുമ്പം ഒരു JCB വന്ന് ആ മണ്ണ് അങ്ങോട്ട് കോരിക്കളഞ്ഞ് അവരെ പണി അവിടെ പൂർത്തീകരിക്കാത്ത അവസ്ഥയിലാണ് അവർ പോകുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളുമായിട്ട് ഞങ്ങളുടെ ഈ പ്രാദേശിക ഞങ്ങളെ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ വർക്കുമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. ഞങ്ങൾക്ക് അതോടൊപ്പം ഞങ്ങൾ സഹകരിക്കൂല. ഞങ്ങൾ തീർച്ചയായും പ്രതികരിക്കുന്നതായിരിക്കും. ഇത് കുറേ കാലം ഇങ്ങനെ ഇത് ഇപ്പം താഴെ കാണുന്നില്ലേ, കുറേ വർഷം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ അത് ഇപ്പോഴാണ് അവർ പണി എടുക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും ബസ്സിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. ഇത് ചില സമയത്ത് നിർത്തി വെക്കുന്നത് റോഡിൻ്റെ പണി. അങ്ങനെ ഇവിടെ വിള്ളലുണ്ടായിരുന്നു കുറേ പ്രാവശ്യം ഇങ്ങനെ ബസ് നിർത്തി വെക്കുന്നത്. പിന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇവർ റോഡ് നന്നാക്കുന്നതല്ല, ഇവർ നാടിനെ തന്നെ നശിപ്പിക്കുന്നതാണ്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി ഷർഫുദ്ദീൻ കൂടി കൂടുന്നു. ഷർഫുദ്ദീനെ, ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധി, ശിരൂരൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ തോതിൽ ദുരന്തം, അതുപോലെ തന്നെ വയനാട്. നിലവിൽ എന്താണ് ഒരു സാഹചര്യം ഇവിടെ? ഞങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടി ആകാംക്ഷയോടൊക്കെ കൂടി കാത്തുനിന്ന ഒരു പ്രൊജക്റ്റാണ് ഈ നാഷണൽ ഹൈവേയുടെ ഈ 6 വരി പാത വികസനം. ഇതിൻ്റെ 45 മീറ്റർ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ വിലപ്പെട്ട ഞങ്ങളുടെ ഭൂമികൾ നൽകി, ഞങ്ങളുടെ പള്ളികൾ നൽകി, ഞങ്ങളുടെ വീടുകൾ നൽകി, ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ഇതിനു വേണ്ടി വിട്ടു നൽകി. പക്ഷേ ഈ പ്രൊജക്റ്റ്, ഈ 6 വരി പാത ഇവിടെ നിലവിൽ വരുന്നതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയിലാണ്. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായി ഈ പ്രൊജക്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇവിടെ 20-30 മീറ്ററും ഉയരത്തിലാണ് ഇതിന് ഒരു സൈഡ് കട്ടിങ് ചെയ്തിരിക്കുന്നത്. ആ കട്ടിങ്ങിനോ ഇവർ ചെയ്യുന്നത് സാധാരണ ചെലവ് ചുരുങ്ങിയ രീതിയിലുള്ള സോയിൽ നൈലിംഗ് പോലെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഇവിടെ വേണ്ടത് ഇത്രയും ഉയരത്തിൽ വരുന്ന കട്ടിങ്ങിന് വീതി കൂടിയ സിമെന്റ് വാളാണ് ഇതിനാവശ്യം. പക്ഷേ ഇവരിത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെന്നറിയില്ല. ഇതിന് സോയിൽ നൈലിംഗ് എന്ന് പറഞ്ഞ ചെറിയൊരു സിമെന്റ് പൂശി അതിനകത്ത് സിമെന്റ് കമ്പി വെച്ച് സിമെന്റ് പൂശുന്ന ചെറിയൊരു സംഭവമാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവർ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് 100 കോടി രൂപ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കേരളത്തിൽ ചെലവാക്കിയാണ് ഇതിൻ്റെ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത്. അപ്പം ഇത്രയും കാശ് ചെലവാക്കി ചെയ്യുന്ന ഈ പ്രൊജക്റ്റിനകത്ത് ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നത് താരതമ്യേന ചെലവ് ചുരുങ്ങിയ രീതിയിലുള്ള ഈ സോയിൽ നൈലിംഗ് ആണ്. അത് തന്നെ സാധാരണ സ്ലോപ്പിലാണ് മണ്ണ് കട്ട് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിലും സോയിൽ നൈലിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെർട്ടിക്കലായി 20-23 മീറ്റർ ഹൈറ്റ് വരുന്ന സ്ഥലം വെർട്ടിക്കലായി കട്ട് ചെയ്തുകൊണ്ട് സോയിൽ നൈലിംഗ് ചെയ്തിരിക്കുകയാണ്. അത് ജീവന് തന്നെ ഭീഷണിയാണ്. നമുക്ക് ശരീരങ്ങളിലൊക്കെ കണ്ട പോലെ ഇതിനിപ്പം പ്രാബല്യത്തിൽ വരുന്നതോടെ വാഹനം കടന്നു പോകുന്ന സമയത്ത് അതൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവന് തന്നെ നഷ്ടപ്പെടുന്ന വലിയ നമുക്ക് സുരക്ഷാ ഭീഷണിയാവുന്ന രീതിയിൽ ഈ പ്രൊജക്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 16ാം വാർഡ് മെമ്പർ ശിവപ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശിവപ്രസാദ്, ഈ നിങ്ങളെ വാർഡിൽ ഒരുപാട് പേർക്ക് ഇത് ഭീഷണിയാവുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ശിരൂരൊക്കെ കണ്ടതാണ്, വലിയ തോതിൽ മണ്ണിടിച്ചിൽ. ഇപ്പോൾ വയനാട്, ഒരുപക്ഷെ കേരളത്തിന് തന്നെ അത് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ഇനിയൊരു ദുരന്തം. എന്താണ് നിലവിലെ ഇവിടുത്തെ ഒരു പ്രതിസന്ധി? ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ഇവിടുത്തെ വലിയ പ്രതിസന്ധി. ഇതിന് ആരോട് സംസാരിക്കണം എന്നറിയില്ല. ഒന്നാമത് NHA എന്ന് പറഞ്ഞത് ദേശീയ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നവർ അതിൻ്റെ ഉദ്യോഗസ്ഥർ മാത്രമാണ്. നമുക്ക് ഏറ്റവും അവസാനം പോണ്ടി പോവുക കലക്ടർ മാത്രമാണ്. കലക്ടർക്ക് പോലും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മനസ്സിലായത്. കാരണം ഇവരൊന്നും പുറത്ത് പറയുന്നില്ല. നമ്മളിത്രയും വലിയൊരു പദ്ധതി, നമ്മളെല്ലാം സ്വപ്നം കണ്ടൊരു പദ്ധതിയാണ്, കേരളം സ്വപ്നം കണ്ടൊരു പദ്ധതിയാണ്. ഇപ്പോഴാണ് വർക്ക് നടക്കുമ്പോഴാണ് ഇതിൻ്റെ ആകുലതകൾ കൂടി വരുന്നത്. ഇപ്പോൾ ശിരൂരിലെ സംഭവം നമ്മൾ കണ്ടു. എല്ലാം 90 സെൻറ്റിമീറ്റർ വീതിയിൽ പിന്നെ കട്ടിങ് നടത്തിയാൽ എന്തായാലും ഇടിയുമെന്നാണ്. അപ്പോൾ ഇത് തൊട്ട് പിറകിൽ നിന്ന് കാണാം 90 സെൻറ്റിമീറ്റർ തന്നെയാണ് എല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിലെ വീടുകാർക്കും താഴെ വീടുകാർക്കും വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ ചെർക്കള ടു ചട്ടഞ്ചാലാണ് ഏറ്റവും കൂടുതൽ ആവലാദ്യം വേവലാദ്യം നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെയുള്ളവർക്ക് ഒരാൾക്കും സഞ്ചരിക്കാൻ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ മഴ വന്നതോടുകൂടിയാണ് ഈ തൊട്ട് മുകളിലെയും താഴെയിലെയും വീടുകളിൽ ഏറ്റവും ഭീതിയോടെ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു കല്ല്, വലിയൊരു പാറക്കല്ല് താഴെ കൊണ്ടെടുക്കുന്ന പ്രദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കലക്ടർ വന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, നമുക്ക് നേരാവണ്ണം സഞ്ചരിക്കണമെങ്കിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ നമുക്ക് വഴി തരില്ല, അവരെ വഴി മാത്രമാണ്. നമുക്ക് സർവീസ് റോഡ് എന്നതിലേക്ക് കൃത്യമായി കൊണ്ടുതരാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം തന്നെ ഈ 2 പ്രദേശത്ത് ഭീഷണി നിൽക്കുന്ന സ്ഥലങ്ങൾ NHA ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ തൊട്ട് താഴെയുള്ളവർക്കും മുകളിൽ ഈ റോഡിന് മുകളിലുള്ളവർക്കും എന്തായാലും
ഏത് സമയം ഇപ്പോൾ NH റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഈ റോഡ് സൈഡിലുള്ള ഭീഷണിയുള്ള സ്ഥലങ്ങളെല്ലാം NHAനെ ഏറ്റെടുത്ത് അവിടെ സർവീസ് റോഡിനുള്ള വഴി ഏറ്റെടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. നമ്മളിത് ലെറ്റർ നേരിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു ഭാസ്കരട്ടൻ്റെ കുണ്ടെടുക്കും ഭാസ്കരട്ടൻ്റെ വീടുണ്ട്. അവിടെയും അവർക്കും താമസിക്കാൻ കഴിയില്ല. അവരിപ്പോൾ താമസം മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ അബ്ദുള്ള കുഞ്ഞി മാഷുണ്ട്. ആ മാഷിനും ഇവിടെ താമസിക്കാൻ കഴിയും. തൊട്ട് മുകളിലെ വീടും ഇവിടെ താമസിക്കാൻ കഴിയില്ല. എന്ത് തന്നെയായാലും ഇത് NHA ഏറ്റെടുത്ത് സംവിധാനമായ അവരെ അതിലൂടെ സഞ്ചാരയോഗ്യമായ സർവീസ് റോഡ് ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനും വഴിയില്ല. തൊട്ട് താഴെ നമ്മുടെ ഒരു ഗവൺമെൻറ് മാപ്പിള സ്കൂളുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾ ഈ VK പാറ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ ഗവൺമെൻറ് കോളേജ് പരിസരത്താക്കിയതുപോലെ തന്നെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അവിടെയും സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ വഴിയില്ല. ഇപ്പോൾ സർവീസ് റോഡ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ചെർക്കള ടു സ്റ്റാർ നഗർ വരെ ഒരു സൈഡ് സർവീസ് റോഡാണ്. അപ്പോൾ ഒരു സൈഡ് വെച്ചാൽ താഴെ ചട്ടഞ്ചാലിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് സർവീസ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളവർക്ക് വലിയ വഴിയില്ല. റൈറ്റ് സൈഡിലുള്ളവർ ലെഫ്റ്റ് സൈഡിലേക്ക് വരണമെങ്കിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അത്യാവശ്യമാണ്. പാറയിലുള്ളവർക്ക് തിരിച്ച് ഈ റോഡിലേക്ക് വരണമെങ്കിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് രണ്ട് നിർബന്ധമായി നടത്തിയാലേ ഇത് നടപ്പിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങോട്ട് പറയാമെന്നില്ല, ചാനലുകാരോട് പറയാമെന്നില്ല. പക്ഷേ NHA അതോറിറ്റി നമ്മൾക്ക് ബന്ധമില്ല. അത് ബന്ധപ്പെടണമെങ്കിൽ ഇവിടുത്തെ MP അല്ലെങ്കിൽ MP അതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുമായി ബന്ധപ്പെടാൻ വേണ്ടി പറ്റും. MLA ഉൾപ്പെടെ അവരുമായി ബന്ധപ്പെടാൻ ഫോൺ വിളിച്ച് സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരോട് നേരിട്ട് ബന്ധപ്പെടുന്ന രീതിയിലേക്ക് കാര്യം കൊണ്ടുപോയാൽ ഇത് പറയാൻ വേണ്ടി പറ്റും. അവർ ഉദ്യോഗസ്ഥന്മാർ NHA ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്ന അവസ്ഥ ഉണ്ടാകണം. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ വരുന്നു, അവർ ഉറപ്പ് തരുന്നു, പോകുന്നു. ഇതിപ്പോൾ ഈ വർക്ക് നടത്തിയിട്ട് തന്നെ 1.5 മാസക്കാലം, ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ മണ്ണ് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഒരു മാസം പിന്നിടുകയാണ്. ഇതുവരെ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കും. കാരണം വെച്ചാൽ അവർ ഇത് കഴിയുമ്പോൾ അപ്പുറത്തെ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് ഇത് കേവലമായ ഒരു ഒരു മാനുഷിക പ്രശ്നം കൂടിയാണ്. എന്തായാലും ഇത് ഈ വിഷയത്തിൽ കൂടുതൽ പേർ ഇനി പ്രതികരിക്കാനുണ്ട്. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഒരു ഇടവേള. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്താണ് നിലവിൽ ഒരു അവസ്ഥ ഇവിടെ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രോപ്പറായിട്ടല്ല വർക്കുകളൊന്നും ചെയ്യുന്നത്. ഒരു വർക്കും പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നുള്ളത്. കാരണം ഇവർക്ക് ഇപ്പം തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ കൂടിയുള്ള ഈ മണ്ണൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ഈ സൈഡിൽ കൂടി വഴി പാസ്സാക്കി ഈ ഇടിയുന്ന അവസ്ഥകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതൊന്നും അവർ ചെയ്യുന്നില്ല. ഇത് താഴെ കൂടി ഇറ്റാച്ച് പോയിട്ട് ഒരു റിട്ടേണിംഗ് വാൾ തുറക്കുന്ന പണിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതും 10-20 ദിവസമായിട്ട് ബസ്സൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരുടെ വണ്ടി തന്നെ 40 ടണ്ണും 50 ടണ്ണും വണ്ടി ഇതിലെ കൂടി പോകുന്നുണ്ട്. 10 ടണ്ണുള്ള ബസ് പോകാൻ ഇവർ സമ്മതിക്കുന്നില്ല. ബാക്കി AV ലോഡ് പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സൈഡിൽ റൈറ്റ് സൈഡിലെ കൂടിയിട്ടുള്ള വഴികൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇതിലേ പോകാൻ പറ്റും. അത് 2 വർഷമായി ഈ കുഴി കുഴിച്ചിട്ട് ഇതിങ്ങനെ ആക്കി വിട്ടിട്ട് 2 വർഷമായിട്ട് ഇതിലെ കൂടി ഒരു വാഹനം പോകാനുള്ള സജ്ജീകരണം അവരുണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ചട്ടഞ്ചാലിലൊക്കെ എടുക്കുന്നുണ്ട്, ഒരു സൈഡ് വണ്ടി പോകാനാക്കിയിട്ട് മറ്റേ സൈഡ് കുഴിച്ചെടുത്ത് അവർ റിട്ടേൺ വാൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്തും അതേപോലെ ഒരു സൈഡിൽ കൂടി വണ്ടി പോകാനാക്കി ചെയ്യാൻ പറ്റും. പിന്നെ ഇത് തന്നെ പ്രോപ്പർ ഇവർ സ്ലോപ്പ് സാധാരണ വർട്ടിക്കൽ എടുത്താൽ ഇപ്പോൾ ഉൾഭാഗത്തേക്കാണ് എടുത്തിട്ടില്ല മണ്ണ്. പുറത്തേക്ക് വർട്ടിക്കൽ മാത്രമായിട്ട് നിൽക്കുന്നതല്ല. സ്ലോപ്പ് വേണ്ടിടത്ത് സ്ലോപ്പ് എടുത്തില്ല. സ്ലോപ്പ് എടുക്കാം. നമ്മളൊക്കെ ആദ്യം വിചാരിച്ചത് സ്ലോപ്പ് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ സ്ലോപ്പ് എടുക്കുന്നില്ല, എന്നിട്ട് സർവീസ് റോഡില്ല. തൊട്ടിപ്പുറത്ത് ഇപ്പോൾ മാഷ വീട്ടിൻ്റെ 3 മീറ്റർ വഴിയുള്ളത് ഇപ്പോൾ ഇടിഞ്ഞ് ഒരു ഫീറ്റ് വഴിയായി അവിടെ ഇടിഞ്ഞിട്ട്. അവിടെയും വന്നിട്ട് ഒരു സിമെൻറ്റ് പൂശിയിട്ട് അവർ കാണാത്ത മാതിരിയാക്കി എന്നല്ലാതെ അതുകൊണ്ടൊരു ഗുണമുണ്ടാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഒക്കെ റിട്ടേണിംഗ് വാൾ വേണം. പിന്നെ ഇവർ പ്രോപ്പറായിട്ട് പണിയെടുക്കണം. ഒരു സ്ഥലത്തും ഫില്ലിങ്ങിൽ ഇവർ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടില്ല. മണ്ണ് കൊണ്ടുപോയി ഫില്ല് ചെയ്യുക ഒരുപാട് ഹൈറ്റിൽ ബേവിഞ്ചയൊക്കെ കാണാം. 5-10 മീറ്റർ ഹൈറ്റിൽ മണ്ണ് കൊണ്ടിട്ട് തള്ളിയതിന് ശേഷം ഏറ്റവും ടോപ്പിലാണ് അവർ കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. അതുവരെ ഇവർ പ്രോപ്പറായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മണ്ണിട്ടിട്ടില്ല അവരവിടെ. അങ്ങനെയുള്ള സ്ഥിതിയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിരവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകളുണ്ട്. അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്താണ് നിങ്ങളുടെ വീട് എവിടെയാണ്? എന്താണ് നിങ്ങളുടെ സാഹചര്യം? എൻ്റെ വീട് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അപ്പം അതിലേക്ക് ഈ മഴ വരുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ഈ സൈഡിലത്തെ വലിയ വലിയ പാറക്കല്ലുകളും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വീണു വീട്ടിലേക്ക്. അതും വെള്ളം കൊണ്ട വഴി അവരാക്കി തന്നിട്ടില്ല. ആ വെള്ളം നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ എവിടെയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടെ പിന്നെ കന്നുകാലികളും നമ്മുടെ അങ്ങനെ അതെല്ലാം മൃഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഭീതിയോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ രാത്രി ഇങ്ങനെ ഉറക്കം വരുന്നില്ല മഴ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ പണിയൊന്നും തീരുന്നില്ല. നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പണി ഇങ്ങനെ ഇതാക്കി തരുമ്പോൾ നമുക്ക് എത്രയോ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് രാവിലെ പറയും ബസ്സില്ല, ഇന്ന് ബസ് ഓടുന്നില്ലാണ്. എല്ലാ ഭാഗത്തുനിന്നും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് അതിലോട്ട് ബസ് പോകുന്നുണ്ടോ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതിന് വേണ്ട ഒരു സൗകര്യം ആക്കാതെ പെട്ടെന്ന് ഈ ബസ്സിൽ നിർത്തലാക്കിയെങ്കിലെല്ലാം ഗതാഗതം നിർത്തലാക്കിയാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ ഇത് കാണുന്നില്ലത് അറിയാത്തൊരു സ്ഥിതിയിലാണുള്ളത്. കൂടുതൽ പേർ പ്രതികരിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചാണ് ഈ റോഡിൽ ഒരു വലിയ വിള്ളലുണ്ടായ സാഹചര്യം വരെ ഉണ്ടായിരുന്നു. താഴെ ഒരുപാട് വീടുകൾ അപകട അവസ്ഥയിലുമാണ്. എന്താണ് ഈ റോഡ് വിള്ളലുണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെ ട്രാഫിക് തന്നെ ബന്ധാക്കി. 10 ദിവസം ട്രാഫിക് ഓടിയിട്ടില്ല.
ജനങ്ങളാകെ പിന്നെ വഴിയാധാരമായിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടുത്തെ വേണമെങ്കിൽ ചെർക്കളയിൽ നിന്ന് ഓട്ടോറ്റ പിടിച്ചിട്ട് പോയി ചട്ടഞ്ചാല് പോകണം, ഒരു ബസ്സിൽ പോകണമെങ്കിൽ. ചട്ടഞ്ചാലിലെ ആൾക്കാരുടെ കാസർഗോഡ് പോയിട്ട് കാസർഗോഡ് നിന്ന് ചെർക്കളയിലേക്ക് ആ രീതിയിലുള്ള ട്രാഫിക് പിന്നെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ പിന്നെ റോഡ് അവിടെ വിള്ളലുണ്ട്, ടാർ ഒഴിച്ചിട്ട് വിള്ളൽ അവസാനിപ്പിച്ചു. ഇപ്പോൾ വാഹനം പോകുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായി വാഹനം പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ റോഡ് പ്രവൃത്തി എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ദ്രോഹകരമായിട്ടുള്ള രീതിയിലാണ് പോകുന്നുള്ളത്. 2 സൈഡ് സർവീസ് റോഡില്ല. ഇപ്പോൾ തലപ്പാടി മുതൽ ചെർക്കള വരെ സർവീസ് റോഡുണ്ട്. ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെ ഇല്ല. ചട്ടഞ്ചാല് മുതൽ അങ്ങോട്ട് എല്ലായിടത്തും സർവീസ് റോഡുണ്ട്. ഈ 8 കിലോമീറ്റർ സർവീസ് റോഡില്ലാതെ അതിൻ്റെ ഇരുകരയിലെ ആൾക്കാർക്ക് എങ്ങനെ പിന്നെ തൊട്ടടുത്ത പിന്നെ പട്ടണത്തിലേക്ക് പോകണം എന്നുള്ളത് അറിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ സർവീസ് റോഡ് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പ്രവൃത്തി എടുക്കുമ്പോൾ തന്നെ ഈ റോഡിൻ്റെ മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ടായിരിക്കണം അവർ പണിയെടുക്കേണ്ടത് എന്നാണ് ഞങ്ങളെ അഭിപ്രായം. എന്നാലേ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാവും, നമ്മുടെ ആശങ്ക ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ തന്നെ ഒരു 600 വീടുകളുണ്ട്. റോഡിന് മേലെ ഭാഗത്തും താഴെ ഭാഗത്തുമായിട്ട് 600-ലധികം വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടുന്ന് ബോയിക്കാനും പോയിട്ട് ബോയിക്കാനത്ത് ചെറുക്കലത്തെ വരേണ്ടത് ആ രീതിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ ഇതിന് എവിടെയാണ് ടേണിംഗ് പോയിന്റ് വെക്കുന്നതെന്ന് എവിടെയും നമുക്കായിരിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇതിൻ്റെ പിന്നെ ശരിയായ രീതിയിൽ കാണിക്കുന്നെങ്കിൽ ഇതിൻ്റെ മാപ്പ് പ്രസിദ്ധീകരിക്കണം. ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഇത് ബാധിച്ചിട്ടുള്ളത്? ചെർക്കള മുതൽ ചെർക്കള, ബേവിഞ്ച, സ്റ്റാർ നഗർ, പിന്നെ തെക്കില്, ഇവിടെ എല്ലാം ഓരോ സ്റ്റോപ്പുണ്ട് ബസ്. ആ ബസ്സിൽ ഇപ്പോൾ ഇവിടെ ബസ് കുറേ കാലമായിട്ട് ബസ് പോകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ചട്ടഞ്ചാലിലേക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അതേപോലെ ചെർക്കളയിലേക്ക്, തെക്കില്, ഇതെല്ലാം കുട്ടികൾ നടന്നിട്ടും അതേപോലെ റിക്ഷയെ പിന്നെ പോകുന്ന വണ്ടിയിലെല്ലാം കൈകാട്ടി അങ്ങനെ ഇത് പോയിരുന്നത്. കുറേ പേര് നടന്നിട്ട് പോയി. അപ്പോൾ അതുപോലെ തന്നെ പോകുന്ന വഴിയിലെല്ലാം ഈ കുന്നിടിഞ്ഞിട്ട് ഏത് നിമിഷം വീഴാനുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അത് അപ്പോൾ കുട്ടികൾ ആ വഴിയിലെ കൂടിയാണ് പോകുന്നത്, അതും ശ്രദ്ധിക്കണം. പിന്നെ അത് വെള്ളം കെട്ടി നിന്നിട്ട് ഒരു ഭാഗത്തവിടെ ഏത് നിമിഷം ഇങ്ങനെ വെള്ളം, പിന്നെ ഇവരോട് പറഞ്ഞിട്ട് അത് തുറന്നു വിട്ടത് ആ വെള്ളം താഴേക്ക് പോയി. അത് ചിലപ്പോൾ നമ്മളെ താഴെ ഭാഗത്താണ് നമ്മുടെ വീട്. ആ വെള്ളം ഏത് നിമിഷം നമ്മൾ അങ്ങോട്ട് മിടിഞ്ഞു പോകാം. അതേപോലെ അവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി റോഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഇവർ ഹൈവേ കാർ വന്നിട്ട് ആ റോഡുണ്ടല്ലോ മണ്ണിട്ട് മൂടി തൽക്കാലത്തേക്കെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് മണ്ണിട്ട് മൂടിയിട്ട് ഏകദേശം 6-8 മാസമായി. ഇതുവരെ ആ മണ്ണ് അവിടെ തന്നെ മൂടിയിട്ടുണ്ട്. അവർ ശരിയാക്കി തന്നില്ല ഇതുവരെ. അപ്പോൾ അത് നമ്മൾ ആ പണി അത് എടുക്കാൻ വേണ്ടിയിട്ട് അത് പെൻഡിങ്ങിൽ വെച്ചിട്ടില്ല. അത് അനിയൻ്റെ വീട് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് സംസാരിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇവരൊന്നും ചെയ്തില്ല. അത് അങ്ങനത്തെ അവസ്ഥയിലാണ്. പറയാനുള്ളത്, ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന ഈ പ്രവർത്തനത്തിൽ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രവൃത്തി അങ്ങേയറ്റം അപലപനീയമാണ്. കാരണം വികസനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഉള്ള പ്രദേശവാസികളെ വഴി തടയലും വഴി പോകാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം കടുത്ത അമർഷത്തിനാണുള്ളത്. അതുപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേയിൽ ചരക്ക് നീക്കത്തിന് വേണ്ടി ദ്രുതഗതിയിൽ അവർ വാശി പിടിച്ച് പണികൾ പുരോഗമിപ്പിക്കുമ്പോൾ നമുക്ക് നാട്ടുകാർക്ക് ആവശ്യമുള്ള പല പ്രശ്നങ്ങളും അവർ കാണാതെ പോവുകയാണ്. ഒരേ സമയം തന്നെ നാട്ടുകാരുടെ ആവശ്യങ്ങളും ദേശീയപാതയുടെ വികസനവും കേരളത്തിൽ എല്ലാവർക്കും ആവശ്യമായ ഒരു സംഗതി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്നുള്ള ഒരു വ്യക്തത വരുത്താൻ സർക്കാരും അതുപോലെ ബന്ധപ്പെട്ടവരും വളരെയധികം നിർബന്ധിതരായ ഒരവസ്ഥയാണ്. അതല്ലെങ്കിൽ നാട്ടുകാർ കർശനമായി കൂടുതൽ ജനപങ്കാളിത്തത്തോടു കൂടി ഈ സമരത്തിൽ പങ്കാളിയാവുന്നുള്ള ഒരു വിവരം കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവും എന്ന് പറയുന്നു. അത് നാട്ടുകാരല്ല പറഞ്ഞത്, ഗവൺമെൻറ്റാണ്. അതായത് കളക്ടർ, ADM, NH അതോറിറ്റി, ഇവരാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവും, ഇവിടെ പിന്നെ അപകടമുണ്ട്, നിങ്ങൾ പിന്നെ 2-3 വീട്ടിൽ നിന്ന് ഇവർ ആളെ മാറ്റി പാർപ്പിച്ചു. എന്നിട്ട് ഇവർ അതിനെതിരെ ഈ മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ വാളോ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അത് എന്താണെന്ന് മനസ്സിലായി. ജനങ്ങൾ മരിച്ചു പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഇവർ. കളക്ടർ ഓർഡർ ഇടുന്ന ബസ് പോകാൻ പാടില്ല, ബസ് നിർത്തണം എന്ന് പറഞ്ഞാൽ ബസ്സിൽ വരുന്ന ആൾക്കാർക്ക് അപകടമുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ആ അപകടം ബാധകമല്ല. അവർ ഇതുവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടൊന്നുമില്ല ഈ കുറേ വീടിൻ്റെ. പിന്നെ ഇവിടെ ഒരു മഴയ്ക്കൊരു 5 മീറ്റർ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിഞ്ഞിട്ട് ഇവിടെ ഒരു 2 കുളങ്ങളും
4-5 കിണറുകളും മൂടി. അത് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിടിയുന്ന ഈ ഭാഗത്തു നിന്നാണെങ്കിൽ ആ കിണറൊക്കെ ഉള്ളത് താഴ്ചയിൽ 1 കിലോമീറ്റർ താഴ്ചയിലാണ് ആ കിണറൊക്കെ ഉള്ളത്. അതൊക്കെ മൂടി. പിന്നെ ഒരു വീട്ടിലെ കിച്ചൻ്റെ അകത്തായിരുന്നു മണ്ണൊക്കെ ഉണ്ടായിരുന്നത്. അത് വെറും 5 മീറ്ററാണ്. അത് ചെറിയൊരു ഇടിച്ചലാണ് ഉണ്ടായത്. അപ്പോഴേക്കും ഇത്രയും അപകടം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുന്ന് ഇടിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ, താഴെ ഉള്ള അവസ്ഥ ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ താഴെ ഇപ്പോൾ 100 കണക്കിന് വീടുകളാണ് താഴെയുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെയുണ്ട് വീടുകൾ. ഇത് സ്വാഭാവികമായിട്ട് ഇടിയുമ്പോൾ മേലത്തെ വീടും താഴെ പോകും. പക്ഷേ ഇതിന് പ്രൊട്ടക്ഷൻ വാളോ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞു സർവീസ് റോഡ് ഇതുവരെ ഇവർ എവിടെയാണ് സർവീസ് റോഡ് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് തരുന്നതെന്നോ ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ വാക്കാലി NHഉം പിന്നെ മുമ്പുള്ള കലക്ടറും പറഞ്ഞിരുന്നു ഇവിടെ U-ടേൺ, അതായത് ഈ എക്സ്പ്രസ് ഹൈവേയിൽ U-ടേൺ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. U-ടേൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ സൈഡ് വാള് പിന്നെ നിർമ്മിക്കൂല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പുറത്തിറങ്ങാമെന്നും പറയുന്നുണ്ട്. അതൊന്നും ശ്വാസമില്ല. ഇവരെ പണി കഴിഞ്ഞ് വാളും കെട്ടി ഇവരെ പാട്ടിന് പോകും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ചെർക്കള ടു ചട്ടഞ്ചാല് വരെ ഒരു 3000-ഓളം വീടുകൾ, 3000-ൽ കൂടുതൽ വീടുകളുണ്ടാവും. അതിൽ താമസിക്കുന്ന ജനങ്ങൾ 10,000 കണക്കിന് ജനങ്ങളുണ്ട്. ഇവർ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകാന്ന്, സ്കൂളിലേക്ക് പോകാണ്ട്, ഭക്ഷണം വാങ്ങണമെങ്കിൽ പോകണം, ജീവിക്കണം, ഭക്ഷണം വാങ്ങാൻ, സാധനം വാങ്ങാൻ പോകണം. ആ കടയിലേക്ക് പോകാൻ വരെ ഇവിടെ ഒരു അതുകൂടാതെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഇനിയിപ്പോൾ ശിരൂരിൽ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ കുറേ ദിവസം ആളുകളെ മൃതദേഹം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ അവസ്ഥ ഇവിടെയും വരും. വയനാടും സംഭവിച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ അധികാരികൾക്ക് ഈ കണ്ണുറക്കുള്ളൂ. അതുവരെ കണ്ണുറക്കാനുള്ള അവസരം അവർക്കില്ല, അവർ ചെയ്യുന്നില്ല. ഏറ്റവും പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനേ പറ്റുന്നില്ല. ശരിക്കും ഈ വികസനം വരുമ്പോൾ നമ്മൾ സന്തോഷിച്ച ആൾക്കാരാണ്. പക്ഷേ ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെ നമുക്ക് സർവീസ് റോഡ് ഇല്ലാത്തതാണ് ഏറ്റവും ബുദ്ധിമുട്ടായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നത്. എന്താ വെച്ചെങ്കിൽ എല്ലാ സ്ഥലത്തും സർവീസ് റോഡ് ഉണ്ടാവുകയും നമ്മളെ ഈ ഒരു പ്രദേശത്ത് മാത്രം എന്താ വെച്ചെങ്കിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് സാധാരണക്കാരാണ്, കൂലി പണിക്കാരാണ് ഈ പ്രദേശത്ത് കൂടുതലായും. VK പാറയായാലും കുണ്ടൊടുക്കായാലും ഏടെയായാലും ഇവരെല്ലാം ആശ്രയിക്കുന്നത് നടന്നു പോകാനാണ്. ശരിക്കും ഈ ഒരു ഇപ്പം തന്നെ ഈ 2 ദിവസം ഈ മഴ പെയ്തപ്പോൾ ചെർക്കളയിൽ നിന്ന് നടന്നു വരാൻ പോലും ആൾക്കാർക്ക് പറ്റുന്നില്ല. എന്താ വെച്ചെങ്കിൽ ഒരു വണ്ടി പോകുമ്പം ഒരു നല്ല വസ്ത്രം ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വന്ന് വീട്ടിലേക്ക് വന്നിട്ട് വസ്ത്രം മാറിയിട്ട് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥയെല്ലാം കിടക്കുന്നത്. ഇവർ ഒരിടത്ത് പണിയെടുക്കും, കുറച്ച് ദിവസം അവിടെ നിർത്തി വേറെ അടുത്ത് വയ്ക്കും. ഇതാണ് സ്ഥിരം പരിപാടി. എന്താ വെച്ചാൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്, മെയിൻ ആവശ്യം എന്ന് പറയുന്നത് സർവീസ് റോഡ് വേണം. 2 സൈഡും സർവീസ് റോഡ് വേണം. എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണിയാണ് ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രം അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇതിൽ ഏലാണ് സർവീസ് റോഡ് ഉള്ളത് പോലും ശരിക്കും പറഞ്ഞെങ്കിൽ പിന്നെ കലക്ടർ ഈ സ്ഥലം സന്ദർശിക്കുകയും കലക്ടറിന് തന്നെ ധാരണയില്ല സർവീസ് റോഡ് ഏലെന്ന്. ആ ഉദ്യോഗസ്ഥന്മാരോട് കേൾക്കുന്ന ഇവിടെ സർവീസ് റോഡ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഇവിടുത്തെ അവസ്ഥ. എന്താ വെച്ചാൽ പിന്നെ ചെറിയ നമ്മളെ സ്കൂളുണ്ട് ഇവിടെ, സ്കൂളിലേക്ക് ഈ സാധാരണക്കാർ പോകുന്നതാണ്. അപ്പോൾ നടന്നു പോകാനുള്ള മുമ്പ് റോഡ് ഉണ്ടായിരുന്നു, ആ റോഡ് കട്ട് ചെയ്ത് അതിന് പ്രതിഷേധിച്ച് താൽക്കാലികമായിട്ടുള്ളൊരു നടപ്പാത ഒരുക്കിയതല്ലാണ്ട് അത് സ്ഥിരമായിട്ട് നമുക്ക് പോകാനുള്ളൊരു സംവിധാനം എന്താ വെച്ചെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളെ സ്കൂള് പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ്. കുട്ടികൾക്ക് നടന്നു പോകാനുള്ള ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതെല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഈ മണ്ണിടിയുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരുപാടുണ്ട്. ജനങ്ങൾ ആശങ്കയിലാണ്. എന്തായാലും ഒരു മരണത്തിൻ്റെ ഒരു ഇതിലാണ്, പേടിച്ചിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നുള്ളത്. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഏറ്റവും അവസാനമായി ഷറഫുദ്ദീനെ, നമുക്ക് എന്താണ് ഇനി ഏറ്റവും പ്രധാനമായ ഒരു ആവശ്യം നമുക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കിവിടെ ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ സർവീസ് റോഡ് ഇല്ലാതെയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് 2 വശങ്ങളിലും സർവീസ് റോഡ് വേണം. പിന്നെ അതിന് ഇത്രയും ഈ റീച്ചിനകത്ത് ഏറ്റവും റിസ്ക് പിടിച്ച ഒരിടമാണ് ചെർക്കള ടു ചട്ടഞ്ചാൽ. ഏകദേശം 20 മീറ്ററും 25 മീറ്ററും ഹൈറ്റിലാണ് കട്ടിങ് വരുന്നത്. അപ്പം അതിൻ്റെ ഇരുവശങ്ങളിലും ഇതിൻ്റെ സോയിൽ നൈലിങ്ങിന് പകരം ഞങ്ങൾക്ക് കോൺക്രീറ്റ് വാള് വേണം. 2 സൈഡിലും നമുക്ക് സർവീസ് റോഡ് വേണം. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അണ്ടർ പാസേജ് വേണം. അല്ലാത്ത സ്ഥലങ്ങളിൽ, പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് വേണം. ഇത്രയും ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഈ പ്രോജക്റ്റിനെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ്, ഇവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ല. പക്ഷേ അപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, ഇവരുടെ ആശങ്ക അകറ്റാൻ അധികൃതർ രംഗത്ത് വരണമെന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.